ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സിനിമയുടെ വിശേഷങ്ങളാണ്. തിയേറ്റർ റിലീസ് ചെയ്ത ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ സിനിമയുടെ നമ്മുടെ ശങ്കറിൻ്റെ ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്നുള്ള പേരിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഇന്ത്യൻ 2. 1996 പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമയുടെ സീക്വലാണ്. അതായത് അതിൻ്റെ തുടർച്ചയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. തുടർച്ച എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ താത്ത അവതരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഈ ഒരു സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. 3 മണിക്കൂറിൻ്റെ സിനിമയുടെ ദൈർഘ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥ് ഉണ്ട്, പ്രിയ ഭവാനി ശങ്കർ ഉണ്ട്, രാഹുൽ പ്രീത് സിംഗ്, സമുദ്രകനി, പിന്നെ നമ്മുടെ ഉലകനായകൻ കമൽഹാസൻ, പിന്നെ SJ സൂര്യ, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ ഒരു സിനിമയിൽ. നമ്മുടെ നെടുമുടി വേണുണ്ട്, വിവേക് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര് സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നമ്മുടെ ഇന്ത്യൻ താത്ത പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അവതരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് സിനിമയിൽ മൊത്തം പറഞ്ഞു പോകുന്നത്. സിനിമ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 45 മിനിറ്റ് നല്ല രസമുണ്ടായിരുന്നു സിനിമ കാണാൻ. നല്ല എന്താ പറയുക, വലിയ സ്ക്രീനിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല ക്ലിയറിലൊരു സംഭവം കാണുമ്പോൾ നല്ലൊരു ഫീൽ ഉണ്ടായില്ല. നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ആദ്യത്തെ ഒരു 45 മിനിറ്റ് ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും, സിദ്ധാർത്ഥിൻ്റെ അവരുടെ യൂട്യൂബ് ചാനൽ, സിദ്ധാർത്ഥും പ്രിയ ഭവാനി ശങ്കർ, അങ്ങനെ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേ ഭാഗങ്ങൾ കുറേ ഇറിറ്റേറ്റഡ് ആവും. ചില ഭാഗങ്ങൾ നമുക്കും കയറി പ്രതികരിക്കാൻ തോന്നുന്ന കുറേ സംഭവങ്ങൾ, അങ്ങനത്തുള്ള കുറേ സംഭവങ്ങൾ എടുത്തു വെക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു 45 മിനിറ്റ്, ഒരു അരമണിക്കൂറും 45 മിനിറ്റ് ആ ഒരു ടൈമിൽ. പിന്നെ നമ്മുടെ ഇന്ത്യൻ താത്ത അവതരിക്കുന്നതും അതിനുശേഷം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മുടെ കമൽഹാസൻ്റെ ആ ഇൻട്രോൻ്റെ ആ ഒരു സമയത്ത് ഒരു സോങ് ഉണ്ട്, ഒരു കിഡ്ല സോങ് ആണ് കേട്ടോ. എന്താ ക്ലിയർലി ചെയ്യുന്ന ആ ഫ്രെയിമും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമൽഹാസൻ്റെ ആ ഒരു ഇൻട്രോ സീനും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കമൽഹാസൻ വന്നതിന് ശേഷം സിനിമ ഒന്ന് സ്ലോ ആയതുപോലെ തോന്നി എനിക്ക്. പിന്നെ അങ്ങോട്ട് മൊത്തത്തിൽ കുറേ അൺവാണ്ടഡ് സീൻസൊക്കെ കുത്തി കുറേ എന്താ പറയുക, വലിച്ചു നീട്ടുന്ന പോലെ തോന്നി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ SJ സൂര്യക്കൊന്നും ഇതിൽ വില്ലന്മാർക്കൊന്നും ഒരു വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. SJ സൂര്യ ഒരു വില്ലനായിട്ട് അടക്കൊണ്ട് പ്രതീക്ഷിച്ചിരിക്കും. വലിയ സംഭവമായിട്ട് കാണിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ വലിയ ഗോൾഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ അതൊക്കെ വലിയ എന്തോ ഒരു ഹൈപ്പ് കയറ്റി ചെയ്ത പോലെ തോന്നി. ഒന്നും ചെയ്യാനില്ല, ഈ ഒരു പാർട്ടിൽ ഒന്നും ചെയ്യാനില്ല. ഇന്ത്യൻ 3 എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിലേ ഉള്ളൂ, ചിലപ്പോൾ അതിലേക്കും ചെയ്യാനുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്ക് എനിക്ക് പോകുന്നത്. പിന്നെ മേക്കപ്പിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയൊരു കുഴപ്പം തോന്നിയില്ലെങ്കിലും എവിടെയൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ വെറുതെ കുറേ സീനുകളൊക്കെ കൂട്ടിച്ചേർത്തുള്ളത്. പിന്നെ നമ്മുടെ വിവേക്, നെടുമുടി വേണു സാർ, ഇവരിതൊക്കെ AI ക്രിയേറ്റ് ചെയ്ത കുറേ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എവിടെയൊക്കെ AI ക്രിയേറ്റ് ചെയ്ത സീനുകൾ എന്നൊക്കെയുള്ളത്. കുഴപ്പമില്ലാതെ നോക്കി നിൽക്കുന്നത് മനസ്സിലാകുന്നുണ്ട്. എന്നാലും നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്നുള്ളതാണ്. പിന്നെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, സൂപ്പറായിരുന്നു. നമ്മുടെ 6 പാക്ക് താത്ത, 6 പാക്ക് ഇന്ത്യൻ, 6 പാക്ക് ഒക്കെ കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ രസമുണ്ടായിരുന്നു. ആ ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു ചേസിങ് വലിയൊരു രസമായി തോന്നിയില്ല എനിക്ക്. പിന്നെ ആ താത്ത വരാറ എന്നുള്ള ആ ഒരു സോങ് ഉണ്ട്. ആ സോങ്ങിൽ ആ ഒരു കളർ ടോണും ക്യാമറ വർക്കും കാര്യങ്ങളൊന്നും എനിക്ക് വലിയൊരു രസകരമായി തോന്നിയിട്ടില്ല. എന്നാലും മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വലിച്ചു നീട്ടിയ ഒരു സിനിമ, വലിയൊരു എന്താ പറയുക, എനിക്ക് വലിയൊരു ലൈക്കായിട്ടില്ല ഈ ഒരു സിനിമ എന്നുള്ളതാണ്. പക്ഷേ തേർഡ് പാർട്ടിൻ്റെ ട്രെയിലർ ക്ലൈമാക്സിൽ അവരിട്ടിട്ടുണ്ട്, രസമുണ്ടായിരുന്നു. അടിപൊളി ട്രെയിലർ തന്നെയാണ്. അതിലാണ് നമ്മുടെ കാച്ചറകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അടിപൊളിയാണ്. ആ ഒരു പിന്നെ പീരിയോഡിക് ടൈമിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു ട്രെയിലർ കണ്ടപ്പം തേർഡ് പാർട്ടി കാണാൻ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ ആവുമോ എന്നുള്ളത് കണ്ടറിഞ്ഞ് കാണാം. പിന്നെ രാഹുൽ പ്രീത് സിംഗിനൊന്നും വലിയ റോളുകളൊന്നും ഇല്ല അതിൽ, വലിയ പ്രാധാന്യമൊന്നുമില്ല. സമുദ്രകനി നല്ലൊരു കഥാപാത്രമായിരുന്നു. പിന്നെ സിദ്ധാർത്ഥിന് അഭിനയിക്കാനുള്ള സ്പേസ് ഉണ്ട്. പെർഫോമൻസുകളൊന്നും ഒരു മോശമാക്കിയില്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തിയേറ്ററിൽ കണ്ടു നോക്കുക. 3 മണിക്കൂറിൻ്റെ സിനിമ. ഒരു 2-2.5 മണിക്കൂറിൽ അവർ കുറച്ച് സ്പീഡാക്കി ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും തോന്നുന്നു. ഇത് പല സ്ഥലത്തും വലിച്ചു നീട്ടില്ല. ആ ഒരു കഥ പറയുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, പല സ്ഥലത്തും വലിച്ചു നീട്ടുന്ന പോലെയൊക്കെ തോന്നി എനിക്ക്. എന്തായാലും കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.